الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ പരമകാരുണികനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ദുരന്ത വാർത്തകളാണ് കുറേ ആഴ്ചകളായി, ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിലെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർ, സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങിയവർ, കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിരിഞ്ഞുപോയവർ,
നാടും വീടും ഉറ്റവരെയുമെല്ലാം താൽക്കാലികമായി വിട്ട് വിദൂരങ്ങളിലേക്ക് പഠിക്കാൻ പോയവർ എല്ലാവരും, അവർക്കെല്ലാം ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ ഒരു നാൾ നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ടവരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ 15-ാം വചനത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരാകുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ജനിച്ചാൽ മരണം ഉറപ്പാണ്. ആ മരണത്തിന്റെ സമയം നമുക്കറിയില്ല. ഒരുപക്ഷെ പല ഖുതുബകളിലൂടെയും പലരിലൂടെയും ഈ മിമ്പറിൽ നിന്നും അത് കേട്ടിട്ടുണ്ടാകും, കേട്ടവരാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ അതൊന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും, ഇന്നലെ നമ്മുടെ മൊബൈലുകളും അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നതും അഹമ്മദാബാദിലെ വിമാന ദുരന്തമാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ എത്ര അശക്തനാണ്. ശാസ്ത്രം ഒരുപാട് വളർന്നു. അവന്റെ കൈക്കുമ്പിളിലാണ് ഈ ലോകമെന്ന് അവൻ അഹങ്കരിക്കുന്നു. പക്ഷേ മിനിറ്റുകൾക്കപ്പുറം നടക്കാനിരിക്കുന്ന വലിയ ഒരു ദുരന്തത്തെ കുറിച്ചറിയാൻ മനുഷ്യന് സാധിക്കാതെ പോയി. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ചെക്കിങ്ങൾ നടത്തും. അതിൻ്റെ ടയറുകൾ, അതിൻ്റെ ചിറകുകൾ, അതിൽ നിറച്ചിരിക്കുന്ന ഇന്ധനം, എത്രമാത്രം പറക്കാനുള്ള ഇന്ധനം അതിലുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി ഓക്കെ കൊടുത്തതിന് ശേഷം അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് പറക്കുന്നത്. നോക്കണേ, ഇന്നലെ ആ ഫ്ലൈറ്റ് കേവലം 625 അടി ഉയരേക്ക് പറന്ന് പിന്നീട് കാണുന്നത് അതേ വേഗതയിൽ താഴേക്ക് പതിക്കുന്നത്. 260ഓളം മനുഷ്യ ജീവനുകളാണ് ഇല്ലാതായത്. ആ ഫ്ലൈറ്റിലെ ഒരാളൊഴിച്ച് എല്ലാവരും ഇല്ലാതെയായി. അവിടുന്ന് മയ്യത്തെടുക്കുമ്പോൾ, ശവശരീരങ്ങളെ എടുക്കുമ്പോൾ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവിടുന്ന് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുത്ത, ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടെ യാത്ര ചെയ്തവരാണ് കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇന്നാലില്ല. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, ഇതാർക്കറിയാം? സർവശക്തനായ റബ്ബിന് മാത്രമേ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുകയുള്ളൂ. മനുഷ്യന് മുൻകൂട്ടി ഒന്നും അറിയാൻ കഴിയുകയില്ല എന്ന് ഒന്നുകൂടി തെളിയിക്കുകയാണ്. 2020 കോഴിക്കോട് ഇതുപോലെ ഒരു മഹാദുരന്തമുണ്ടായി. ഒരു രാത്രിയിൽ കൊറോണ സമയത്ത് വിദേശത്തുള്ള യാത്ര ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അത് നിർത്തുന്നതിന്റെ തൊട്ടു മുമ്പ് മുന്നിലുള്ള വലിയ കുഴിയിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് ആ ഫ്ലൈറ്റ് തകർന്ന് തരിപ്പണമായി വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഫ്ലൈറ്റ് കത്തുകയാണ്. അറിയാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഫ്ലൈറ്റ് പൊങ്ങിയതിനു ശേഷം വളരെ പെട്ടെന്ന്, അഥവാ സാധാരണ അപകട സിഗ്നൽ കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം തീവ്രമായ ഒരു സിഗ്നൽ അവർ കൊടുത്തിരുന്നു, പൈലറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ആ സിഗ്നൽ സ്വീകരിച്ച് തിരിച്ചങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും എല്ലാം തീർന്നിരുന്നു എന്നാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ,
ആ സമയത്ത് പോലും അതിനൊന്നും നിയന്ത്രിച്ചെടുക്കാൻ മനുഷ്യന് സാധിച്ചില്ല. ഇന്നലെ അപകടം സംഭവിച്ച ഫ്ലൈറ്റിന് 2 എഞ്ചിനുകളുണ്ട്. ഒരു എഞ്ചിന് അപകടം പറ്റിയാൽ മറ്റേ എഞ്ചിന് കൊണ്ട് തന്നെ സുരക്ഷിതമായി ആ ഫ്ലൈറ്റിനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുമ്പോൾ ഒരേ സമയം 2 എഞ്ചിനുകളും തകർന്ന് തരിപ്പണമായി തീഗോളമായി മാറുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആർക്കും. കേരളത്തിന്റെ കടൽ തീരത്ത് 2 കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടത്. പഠിക്കാനുണ്ട് ഏറെ, നമുക്ക് ആലോചിക്കാനുണ്ട് ഏറെ. നമുക്ക് ഒരു കപ്പല് മുങ്ങിപ്പോയപ്പോ മറുകപ്പല് നിന്ന് കത്തുകയാണ്. അതിലെ ഇന്ധനങ്ങൾ, അതിൽ കൊണ്ടുവന്ന ഇന്ധനങ്ങൾ കത്തുകയാണ്. പ്രിയമുള്ളവരെ, അതിനെ തടയാൻ, അത് ഇല്ലാതാക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. ഈ ആധുനിക ലോകത്ത് മനുഷ്യന് തടയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അല്ലാഹുവിന്റെ അടുക്കലാണ് അന്ത്യസമയത്തിന്റെ അറിവ്. വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ് അന്ത്യദിനത്തിന്റെ സമയം അത് എപ്പോഴാണെന്ന് സർവശക്തനായ റബ്ബിന് മാത്രമേ അറിയാവൂ. അതുപോലെ മഴ ഇറക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗർഭാശയങ്ങളിലുള്ളതിനെ കുറിച്ചും അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്നത് നമുക്കാർക്കും ഒന്നും അറിയില്ല. എന്തിനേറെ നാളെ പോകട്ടെ, ഈ ജുമുഅ കഴിഞ്ഞ് മുറ്റത്തിറക്കാൻ പറ്റുമോ? മുറ്റത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് എത്താൻ സാധിക്കുമോ? നമുക്കറിയില്ല പ്രിയമുള്ളവരെ. അതിന്റെ അറിവ് റബ്ബിലാണ്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഭൂമിയുടെ ഏത് കോണിൽ വെച്ചുകൊണ്ട് മരിക്കുമെന്ന് ആർക്കും അറിയില്ല. ആ വിമാനത്തിൽ കയറിയ ആർക്കും അറിയില്ല പ്രിയമുള്ളവരെ. ഞങ്ങൾ കയറിയതിനു ശേഷം 650 അടി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കത്തിക്കരിയാൻ പോവുകയാണെന്ന് അതിലുള്ള യാത്രക്കാർക്കോ അതുപോലെ തന്നെ വൈമാനികർക്കോ പൈലറ്റിനോ ആർക്കും തന്നെ അറിയുന്നില്ല. അതുപോലെ അത് പറന്നുയരുമ്പോ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർക്കോ അറിയുന്നില്ല, ആർക്കും അറിയുന്നില്ല. അതെങ്ങനെ പറന്നുയരുന്നു, അത് താഴ്ചയിലേക്ക് വരുന്നു, ഒരു തീഗോളമായി മാറുന്നു. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഭൂമിയുടെ ഏത് കോണിൽ വെച്ചുകൊണ്ട് മരിക്കുമെന്നറിയില്ല. നോക്കൂ നിങ്ങൾ, അഹമ്മദാബാദിൽ വെച്ചുകൊണ്ടാണ് മരിക്കുമെന്ന് ആർക്കും അറിയില്ല. കേരളത്തിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തിന്റെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ മരണം എവിടെ വെച്ചുകൊണ്ടാണെന്ന് അവർക്കറിയില്ല. പക്ഷേ സർവശക്തനായ റബ്ബിനറിയാം. അത് അറിയാത്തത് കൊണ്ടാണല്ലോ ആ അപകടത്തിൽ ആ ആളുകൾ മരിച്ചത്. അത് അവർക്ക് അല്ലാഹു തീരുമാനിച്ചതാണ്. അത് അവരുടെ സമയമാണ്. ആ സമയത്ത് അവർ അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ അവർ വാഹനത്തിൽ കയറുന്നു. ആ വാഹനം അപകടത്തിൽപ്പെടുന്നു. ആ അപകടത്തിലൂടെ ആ മനുഷ്യരെല്ലാവരും മരണപ്പെടുന്നു. നമുക്കത് സങ്കടത്തോടുകൂടെ ഓർക്കാനേ കഴിയും. പക്ഷേ അത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച്, ഇത്തരം അപകടങ്ങൾ, ദുരന്തങ്ങൾ, അത് നമുക്കുള്ള പാഠമാണ്. പഠിക്കണം മനുഷ്യരെ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. പഠിച്ചോനെ, എൻ്റെ ഊഴം എപ്പോഴാണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും
വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു. അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. നമ്മുടെ വിചാരണ അടുത്തുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് വരും. അത് വളരെ അടുത്താണ്. പക്ഷേ മനുഷ്യർ അഹങ്കാരികളാണ്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാതെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകാതെ, അള്ളാഹു പറഞ്ഞത് അനുസരിക്കാതെ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് സ്വീകരിക്കാതെ, തന്റെ വിചാരണ അടുത്തുണ്ടായിട്ട് പോലും മനുഷ്യർ അശ്രദ്ധയിലാണ്, അഹങ്കാരത്തിലാണ്. മാത്രമല്ല അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമാണ്. എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ ഓതിക്കൊടുത്താലും അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇന്നഹും യറൗനഹു ബഈദ് വനറാഹു ഖരീബ. തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു, നാം അതിനെ വളരെ അടുത്ത് കാണുന്നു. മരണത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആരോഗ്യമുള്ളവരായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് മരണം അകലെയാണ്, ഇനിയും ഉണ്ടല്ലോ നീണ്ട വർഷങ്ങൾ, ഒരു 100 വർഷമൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇനി 40-50 വർഷം ജീവിക്കാനുണ്ടല്ലോ എന്ന് കരുതുന്നവരാണെങ്കിൽ അല്ലാഹ് കരുതുന്നത് വനറാഹു ഖരീബ്, അത് വളരെ അടുത്താണെന്നാണ് അല്ലാഹ് കരുതുന്നത്. കാരണം അതിന്റെ കണക്ക് റബ്ബിന്റെ അടുക്കലാണ്, നമ്മുടെ സമയം റബ്ബിന്റെ അടുക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നാം ഒരുങ്ങേണ്ടതുണ്ട്. മരണത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തേണ്ടതുണ്ട്. അത് അമല് കൊണ്ടാണ്, സൽസ്വഭാവം കൊണ്ടാണ്, സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, സദഖ ചെയ്തുകൊണ്ടാണ്, റബ്ബിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ്, സുന്നത്ത് നോമ്പെടുത്തുകൊണ്ടാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മരണം എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ നമ്മൾ തയ്യാറാകാൻ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. പ്രിയമുള്ളവരെ, നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, നമ്മൾ മോട്ടോ ബൈക്കിൽ സഞ്ചരിക്കുന്നവരാണ്. നാം എത്ര തന്നെ സൂക്ഷിച്ചാലും നമ്മളിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന പല അപകടങ്ങളുമുണ്ട്. കാരണം വാഹനം എത്ര സൗകര്യമുള്ള വാഹനമാണെങ്കിലും അതിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ആ വാഹനം നശിക്കാനുള്ളതാണെങ്കിൽ, ആ വാഹനത്തിലൂടെ അപകടം വരാനുള്ളതാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് തടഞ്ഞു നിർത്താൻ റബ്ബുൽ ഇസ്സത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമേ അല്ല. ഈ വിഷയം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം, ചിന്തിച്ചാൽ മതി. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചില ഓർമ്മകൾ നമുക്ക് നൽകുന്നത്. ഒക്കെ നിങ്ങൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, പഴയകാലത്ത് മഴ എന്ന് പറയുമ്പോൾ ഒരു ആനന്ദമായിരുന്നു, ആഹ്ലാദമായിരുന്നു. പാടത്തും പറമ്പിലും നമ്മളൊക്കെ ഓടിക്കളിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഒരു ദിവസം മഴയെങ്ങാനും തുടർച്ചയായിട്ട് പെയ്താൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടുകൂടെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക. അല്ലേ? നമുക്ക് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വിഷയം ഒന്നുകൂടെ പറയാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കണം. ചില പ്രാർത്ഥനകളിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇന്ന് രാവിലെ ഉണരുമ്പോൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിത്യേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മൊബൈലുണ്ട്, പുസ്തകങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ആരെങ്കിലും എണീറ്റിരുന്ന് അൽഹംദുലില്ലാഹില്ലദീ
അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതി. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരണമാകുന്ന ഉറക്കിൽ നിന്ന് ജീവൻ നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതി. ഉറക്കം ഒരു മരണമാണ്, ഒരു ചെറിയ മരണമാണ്. ആ മരണത്തിൽ ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് റബ്ബാണ്. ഉണരാ നേരത്ത് റബ്ബ് ആത്മാവിനെ തരുന്നു. എത്ര നാളുകളായ ആത്മാവിനെ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷം ആത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ ആത്മാവിനെ പിടിച്ചു വെച്ചാൽ അതോടുകൂടെ നമ്മുടെ യാത്ര മണ്ണിലേക്കാണ്. അതുകൊണ്ട് ഉണർവ് നൽകിയ റബ്ബേ, നിനക്കാണ് സ്തുതി. വഇലൈഹിൻ നുശൂർ, അവസാനം മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ. പ്രാർത്ഥനയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ വീണ്ടും മറന്നു പോകണം. നമ്മൾ എണീറ്റിക്കുന്നത് പലതും പറഞ്ഞിട്ടും പലതും സംസാരിച്ചിട്ടാണ്. ഇനിയെങ്കിലും നമ്മളതൊക്കെ ഒന്ന് ആലോചിക്കുക വിശ്വാസികൾ. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട. പക്ഷേ റബ്ബിൻ്റെ മുന്നിൽ നമ്മളത് ബോധ്യപ്പെടുത്തേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു തആല അതെല്ലാം ചൊല്ലി നല്ല രീതിയിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥന ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയമാണ്. ആരാ നമുക്ക് വാഹനം തരപ്പെടുത്തി തന്നത്? നമ്മൾ പറയുമല്ലോ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കി. അഹങ്കാരത്തിൻ്റെ വർത്താനാണ്. ഈ അധ്വാനിക്കാനുള്ള തൻ്റെ ഇടം, ആരോഗ്യം, കഴിവ് ആരാ തന്നു? ആ അധ്വാനത്തിലൂടെ സമ്പാദ്യം ആരാ തന്നു? അല്ലല്ലേ. അവിടെ പറയേണ്ട വാക്കെന്താ? അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുണ്ട്, എനിക്കൊരു വാഹനം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു എത്ര വ്യത്യാസമുണ്ട്. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൽ കയറുമ്പോ നമ്മൾ ഓരോരുത്തരും ചെല്ലണം. അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അവിടെയും അവസാനത്തെ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. സുബ്ഹാനല്ലദീ, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, വൽഹംദുലില്ലാഹ്, റബ്ബേ നിന്നെ സ്തുതിക്കുകയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, അല്ലാഹുവിന്റെ നാമത്തിൽ എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനമാക്കി തന്ന അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഉണ്ടോ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ എനിക്ക് നീ സൗകര്യപ്പെടുത്തി തന്നല്ലോ റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, മാത്രമല്ല റബ്ബേ, അവസാനം മടക്കം നിന്നിലേക്ക് തന്നെയാണ്. അത് ഈ വാഹനത്തിലാണോ എന്നറിയില്ല, വീട്ടിലാണോ എന്നറിയില്ല, റോട്ടിലാണോ എന്നറിയില്ല. എന്തായിരുന്നാലും മടക്കം നിന്നിലേക്ക് തന്നെയാണ്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. മനസ്സിലാവുണ്ടോ? അവസാനം റബ്ബേ നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊന്നും നമുക്ക് പ്രയോജനമാക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവാണ് ഇത് നമുക്ക് സാധ്യമാക്കി തന്നത്. ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ സാധ്യമാക്കിയ വാഹനത്തിൽ ഞങ്ങൾ കയറുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചതൊന്നും നടക്കൂല. അവസാന റബ്ബെ നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അള്ളാഹു നിന്നിലേക്ക് മടങ്ങും എന്ന് പറയാൻ നമ്മൾ നിങ്ങൾ ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. അത് അതിൻ്റെ രീതിയിൽ ഏത് വാഹനത്തിലാണ്, ഒരു സൈക്കിളിൽ കയറുമ്പോൾ പോലും അല്ലേ, അതിൽ പോലും പദം മാറി നമ്മുടെ കാലിന്റെ വലുപ്പത്തിൽ വരെയുള്ള വാഹനങ്ങളുണ്ട്. കാൽപാദം വെച്ച് കയറി നിന്നാൽ ഒരു ഹാൻഡിൽ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്. അതിൽ വരെ കയറിയാൽ ചൊല്ലണം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ചെറിയ പിഴവ് മതി തലയടിച്ചു വീഴാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനകളോടുകൂടെ
ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതിയായ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും നമ്മൾ പങ്കുചേരുന്നു. അതോടൊപ്പം ഇതെല്ലാം നമുക്ക് പാഠമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസ്സീകും താനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവെ, മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ അത് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ഫജാഅ റജുലുൻ മിനൽ അൻസാരി, അൻസാറിൽ നിന്നുള്ളൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ദൽ. വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആരാണ്? ഖാല, മഹാനായ പ്രവാചകൻ പറഞ്ഞു, അഹ്സനു ഖുൽഖ. നല്ല സ്വഭാവമുള്ള ആളുകളാണ്. നല്ല സ്വഭാവമുള്ള ആളുകൾ വിശ്വാസികളിൽ ഏറെ ശ്രേഷ്ഠരായ ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വിനയമുള്ള, ദയയുള്ള, കാരുണ്യമുള്ള മനുഷ്യരാകണം. അത് ഇസ്ലാമിൻ്റെ ഐഡന്റിറ്റിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും ചോദിച്ചു നോക്ക്, നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട്. ഖാല ഫഅയ്യുൽ മുഅ്മിനീന ഖീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ വീണ്ടും ചോദിക്കാണ്, പിന്നെ ആരാണ് നബിയെ? പിന്നെ ആരാണ് നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തെ ധാരാളമായി ഓർക്കുക. അക്തറുഹും ലിൽ മൗതി ദിക്റ വ അഹ്സനുഹു ലിമാ ബഅദു ഇസ്തിദാദ ഉലൈക ഖിയാസ്. അല്ലേ? മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഓർക്കുക, അതിനു വേണ്ടി ഒരുങ്ങുക. അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. വിശ്വാസികളിൽ ബുദ്ധിയുള്ളവർ ആരാണ് എന്ന് ചോദിക്കാൻ. അപ്പം അതുപോലെ ആ ബുദ്ധിയുള്ള, ആ ക്വാളിറ്റിയുള്ള ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ആ ക്വാളിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്ന് നല്ല സ്വഭാവം ഉണ്ടാവുക, മരണത്തെക്കുറിച്ച് ഓർക്കുക. ആ ഒരു ഓർമ്മ മാത്രം മതി നമ്മുടെ അമലുകൾ നന്നാവുക. നമ്മുടെ അമലുകൾ നന്നാവാൻ സഹോദരങ്ങളെ, ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് എങ്ങനെ ചീത്താകാൻ പറ്റും? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ നമുക്ക് മോശക്കാരാകാൻ പറ്റും? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഒരാളെ വഞ്ചിക്കാൻ പറ്റും? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഒരാളുമായി തർക്കത്തിൽ ഏർപ്പെടാൻ പറ്റും? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ നമുക്ക് അനാവശ്യ വർത്തമാനം പറയാൻ പറ്റും? ചിന്തിച്ചു നോക്കിങ്ങൾ. ഈ ഒരു മരണത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ നമ്മൾ അതിൽ നിന്നൊക്കെ അകലം ഉറപ്പാണ്. ഖബറ്, ആ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ കണ്ടവരാണ് പലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഖബറിന്റെ അരികിൽ ഇരുന്ന് കരയാൻ അള്ളാഹിന്റെ റസൂലിന്റെ കണ്ണുനീര് വീണ് ഖബറിന്റെ മുകളിലുള്ള മണ്ണ് നനഞ്ഞു എന്നാണ്. قال كنا مع رسول الله صلى الله عليه وسلم في جنازة فجلس على شفير القبر فبكى حتى بل الثرى ثم قال يا إخواني لمثل هذا فعل. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ട് ആ മണ്ണിങ്ങനെ മണ്ണിൽ നനവ് പകർന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഇഖ്വാനി, എൻ്റെ പ്രിയ സഹോദരങ്ങളെ ലിമിത്ലി ഹാദാ ഫഅഇദു. ഇതുപോലെ നമ്മളും മടങ്ങേണ്ടവർ. ഖബർ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇതുപോലെ നമ്മളും മടങ്ങേണ്ടവരാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളെ ചൂണ്ടിയിട്ട്
അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുക. നല്ലൊരു നേതാവല്ലേ, എല്ലാറ്റിലും മാതൃകയായ നേതാവല്ലേ, ആ നേതാവ് പഠിപ്പിച്ചു കൊടുക്കണം. ഖബറിൻ്റെ അരികിൽ നിന്നിട്ട് എങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ പറ്റും? ഏറ്റവും വിനയത്തോടു കൂടി ആ വിനയം കിട്ടാനുള്ള ഒരു അമലും കൂടിയിട്ട് ഈ നമസ്കാരം എന്ന് പറയുന്നത്. ആ കൈകെട്ടി അല്ലേ, അള്ളാഹുവിൻ്റെ നെഞ്ചത്ത് കൈകെട്ടി അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുന്ന രംഗം, വിനയത്തോടുകൂടെ അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന ചിന്തയോടുകൂടെ ഒരുപാട് പ്രാർത്ഥനകൾ നമസ്കാരത്തിലൂടെ നിർവഹിച്ച് നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ആലോചിക്കുക. എല്ലാ ദൃഷ്ടാന്തങ്ങളും നമുക്ക് പാഠമാണ്, ഉൾക്കൊള്ളാനുള്ളതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ളതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കി ആ മാർഗത്തിലൂടെ അങ്ങനെ ജീവിക്കാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് പല രൂപത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മദ്രസയുടെ വിപുലീകരണത്തിന് വേണ്ടി അതികഠിനമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പള്ളിയുടെ ചെലവ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടുത്തെ ഇമാമ്, ഖത്തീബ്, അതേപോലെ കരണ്ട്, ശമ്പളം, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് എനിക്കും അത് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കൊടുക്കുന്ന ആ ചെറിയ സംഖ്യകളാണ് അതിലേക്ക് വരവായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് വരവുകളൊന്നും ഈ പള്ളിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിലൊക്കെ നൽകണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അപകട മരണങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മഹാദുരന്തങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ആ മഹാദുരന്തങ്ങളിൽ ഏറെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. അവർക്കെല്ലാം നീ മനസ്സിന് സ്ഥൈര്യം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, അവർക്കെല്ലാം മനസ്സിന് നീ ഉറപ്പ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഹാദുരന്തങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. അതുപോലെ പ്രകൃതിക്ഷോഭത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. അള്ളാഹുവെ, സംരക്ഷിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല റഹ്മാനെ. നിന്റെ സംരക്ഷണമല്ലാതെ ഒരു സംരക്ഷണം ഞങ്ങൾക്കില്ല റഹ്മാനെ. അള്ളാഹു, ഞങ്ങളെ നീ സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم توفنا من المسلمين وألقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. Mm-hmm.